ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് നമ്പേഴ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തത് 9999, രണ്ടാമത്തത് 8888. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആ രണ്ട് നമ്പറിനെ ഞാൻ എ എന്നും ബി എന്നും വിളിക്കുവാണ്. ആദ്യത്തെ നമ്പർ 9999, അതിനെ എ എന്ന് വിളിക്കുവാണ്. 8888നെ ബി എന്ന് വിളിക്കുവാണ്. ഇവിടെയും എ, ഇവിടെയും ബി. അപ്പൊ ഇവിടെ എ സ്ക്വയർ, ഇവിടെ ബി സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റാലോ. അപ്പോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ പ്ലസ് 2ab-യും മൈനസ് 2ab-യും കട്ട് ചെയ്തു പോകും. ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ എന്ന് എഴുതാം. The whole divided by a square plus b square. ഇവിടെ ന്യൂമറേറ്ററിൽ 2 ഞാൻ കോമൺ എടുക്കുവാണ്. അപ്പൊ 2 into a square plus b square divided by a square plus b square. ഇവിടെ a square plus b square എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 2 ആണ്. ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 555 plus 444 the whole square minus 555 minus 444 the whole square the whole divided by 2 into 555 into 444. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.